ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശനിയാഴ്ച രാത്രി, അതായത് ടെക്നിക്കലി ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൻ്റെ പ്രിവ്യൂ ആണ്. ഇന്റർ മിലാൻ വേഴ്സസ് പാരീസ് സെൻ ജർമ്മൻ. സോ ഈ ഒരു മത്സരത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവരുടെ ലൈനപ്പ് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവരുടെ പോസിബിൾ ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് വരുന്നത്, അതുപോലെ തന്നെ അവർ അനലൈസ് ചെയ്യുമ്പോൾ ഇവരുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്. അങ്ങനെ എൻ്റെ രീതിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന രീതിക്കാണ് ഈ വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാം, ഈ രണ്ട് സൈഡിനെ സംബന്ധിച്ചും ഈ ഒരു കപ്പ് അടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്, അതുപോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം. കാരണം പാരീസ് ആണെങ്കിൽ അവരുടെ ചരിത്രത്തിൽ ഇതുവരെ UCL അടിച്ചിട്ടില്ല. ഇന്റർ മിലാൻ ആണെങ്കിൽ 2010 ശേഷം ഒരു ഇറ്റാലിയൻ ക്ലബ്ബും അടിച്ചിട്ടില്ല. അന്ന് അടിച്ചത് അവർ തന്നെയാണ്. അപ്പോൾ ആരടിക്കാന്നുണ്ടെങ്കിലും അതൊരു സർപ്രൈസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ സീസൺ തുടങ്ങിയപ്പോൾ അടിക്കുമെന്ന് വിചാരിക്കാത്ത രണ്ട് ടീമുകളാണ്. സോ അങ്ങനെ ഒരു പ്രത്യേകത ഈ ഫൈനലുണ്ട്. കാരണം നമുക്ക് റീസെൻ്റ്ലി നോക്കുമ്പോൾ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫൈനൽ ആവാനൊരു ചാൻസ് ഉണ്ട്. കാരണം അങ്ങനത്തെ ടീമുകളാണ് കളിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യാത്ത രണ്ട് ടീമുകളാണ് കളിക്കുന്നത്. അപ്പോൾ ആ രീതിക്കുള്ള അഡ്വാൻറ്റേജും എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഫൈനലാണ്. കാരണം റീസെൻ്റ്ലി നമ്മൾ ഫൈനൽസൊക്കെ നോക്കുമ്പോൾ റയൽ മാഡ്രിഡ് ഉണ്ടായിരിക്കും, ലിവർപൂൾ ഉണ്ടായിരിക്കും, സിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ രണ്ട് ടീമുകൾ കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഈ ഒരു ഫൈനലിന് കിടക്കുന്നുണ്ട്. സോ നമുക്ക് ഇനീഷ്യലി അവരുടെ ലൈനപ്പ് വെച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, അതൊരു സ്ട്രക്ചറൊന്നുമില്ല. ബേസിക്കലി ഞാൻ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറയാം. സോ ലൈനപ്പ് പാരീസിൻ്റെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, 4-3-3 ആണ് ലൂയിസ് എൻറിക്കെ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. പുള്ളിയുടെ സെയിം ആ ഒരു പ്ലേയേഴ്സ് തന്നെ ആയിരിക്കും. കാരണം ആർക്കും ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇതുവരെ. സോ ഗോൾ കീപ്പറായിട്ട് ഡൊണറുമ ഉണ്ടാവും, ലെഫ്റ്റ് ബാക്ക് ആയിട്ട് മെൻഡസ്, പാച്ചോ, മാർക്കിന്യൂസ്, ഹക്കീമി. അതുപോലെ മിഡ്ഫീൽഡ് ആ ഒരു ബ്രില്യൻ മിഡ്ഫീൽഡ്, എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ തന്നെ ഇപ്പോഴത്തെ ബെസ്റ്റ് മിഡ്ഫീൽഡ് ഇപ്പം ഇവരുടെ മിഡ്ഫീൽഡ് ആയിരിക്കും. നെവസും, വിറ്റിനെയും, റൂയിസും. അതുപോലെ തന്നെ അറ്റാക്കിങ് ക്വറസ്കേലിയ, ഡെംബേലെ, ഡുവെ. അത് ചിലപ്പോൾ ബാർക്കോളാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഡുവെയാണ് കുറച്ചുകൂടി ക്ലിനിക്കൽ എനിക്ക് തോന്നുന്നു. ബാർക്കോള കഴിഞ്ഞ കോപ്പ ഫ്രാൻസ് ഫ്രഞ്ച് കപ്പിൻ്റെ ഫൈനലിൽ 2 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഡുവെ തന്നെയാണ് അസിസ്റ്റ് ഒക്കെ കൊടുത്തത്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഡുവേനെ അടിക്കാനുള്ള ചാൻസ് ആണ് ഉള്ളത്. പക്ഷേ ബാർക്കോല ഇറങ്ങിയാലും അതിൽ സർപ്രൈസ്ഡ് ആവാനൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് ഇന്റർ മിലാൻ ലൈനപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള 3-5-2. അതിൽ ഗോൾ കീപ്പറായിട്ട് യാൻ സോമറാണ്. പിന്നെ സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് ബസ്റ്റോണി, അച്ചേർബി, പവാഡ്. പിന്നെ ഡംഫ്രീസ്, ബറേല, ചാലനോഗ്ലു, മിഖിതാരിയൻ, ഡിമാർക്കോ, മാർട്ടിനസ്, തുറാം. അപ്പോൾ രണ്ട് ടീമിൻ്റെയും അവരുടെ മെയിൻ പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ട്. അത് ഈ ഫൈനലിൻ്റെ പ്രത്യേകതയാണ്. ആർക്കും ഇഞ്ചറി മൂലം ഒന്നുമില്ല. കാരണം ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ട് മാച്ചസ് ഒക്കെ ക്ലോസ് ചെയ്തല്ലോ. അപ്പോൾ കാര്യമായിട്ട് ആർക്കും ഇഞ്ചറി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പാരീസിനായിരുന്നു ഇപ്പോൾ അടുത്തൊരു മാച്ച് ഉണ്ടായിരുന്നത്, ആ ഒരു ഫ്രഞ്ച് കപ്പ് ഫൈനൽ. പക്ഷെ അവർ അതിൽ ആർക്കും ഇഞ്ചറി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സെറ്റാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു മത്സരം എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാരീസിൻ്റെ ഒരു ശൈലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഇന്റർ മിലാൻ ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടറിന് വെയിറ്റ് ചെയ്യുന്ന ഒരു സൈഡാണ്. ഇപ്പോൾ നമുക്ക് ബാർസക്കെതിരെ അവർ എക്സാക്ട്ലി ആ ഒരു ടാക്ടിക്സാണ് പ്രയോഗിച്ചത്. കാരണം ബാഴ്സലോണയെ പോലെ തന്നെ ഒരു സെയിം ടീമാണ് പാരീസ് അറ്റാക്കിംഗ് വൈസ്. അതായത് അറ്റാക്ക് ചെയ്യുന്നു, പിന്നെ കൂടുതൽ പൊസിഷൻ അവർ വെക്കുന്നു, ആ രീതിക്കുള്ള ടീം. അത് ഇവരുടെ അറ്റാക്കിംഗ് ശൈലിയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പൊസിഷൻ കൂടുതൽ ഈ ടീമുകൾക്ക് ഉണ്ടാവുക, ബാഴ്സക്കാണെങ്കിൽ PSG ആണെങ്കിൽ. അപ്പോൾ ഇന്റർ മിലാൻ ഓൾറെഡി ഈ ഒരു കൈൻഡ് ഓഫ് പ്ലേക്ക് യൂസ്ഡ് ആണ്. മീൻസ് അവർക്ക് അറിയാം PSG ഇങ്ങനെ അങ്ങനത്തെ ഒരു കളിയാണ്. മാത്രമല്ല അവരെങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം അവർക്ക് എക്സാക്റ്റ് അറിയാം. പിന്നെ പാരീസ് ആണെങ്കിൽ അവർ കളിക്കുന്ന പോലെ തന്നെ ആസ് യൂഷ്വൽ പൊസിഷൻ ഫുട്ബോൾ കളിക്കാനുള്ള ചാൻസ് തന്നെയാണുള്ളത്. പക്ഷേ ബാഴ്സലോണയുടെ പോലെ അവരിൽ കുറച്ചുകൂടി ഒരു ടൈറ്റ് മാച്ച് അവരുടെ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫോർമേഷൻ തന്നെയാണ് 4-3-3 ആണ്. ബാഴ്സലോണയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് അവരുടെ ഡിഫൻസാണ്. അപ്പോൾ ഇന്റർ മിലാൻ ആ ഒരു മത്സരത്തിൽ ആ ഒരു ഡിഫൻസ് നല്ല രീതിക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ പറ്റി. അതായത് ഇവരെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നു, ബാഴ്സലോണ ഗോളുകൾ അടിക്കുന്നു. പക്ഷേ ഇന്റർ മിലാൻ ഒരു കൗണ്ടർ ചെയ്യാന്നുണ്ട്, ആ കൗണ്ടർ ഗോളാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. കാരണം അത്രയും മോശമായിരുന്നു ബാഴ്സലോണയുടെ ഡിഫൻസ്. കാരണം എസ്പെഷ്യലി നിങ്ങൾക്ക് മാച്ച് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നോർമലി ഇന്റർ മിലാനൊക്കെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്ന ടീമാണ്. ഡിമാർക്കോയുടെ സൈഡും അതുപോലെ തന്നെ ഡംഫ്രീസിൻ്റെ സൈഡും ഒരുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യും. ഇപ്പോൾ സീരിയൊക്കെ ആണെങ്കിൽ മോസ്റ്റ്ലി അവർ ഡിമാർക്കോ സൈഡാണ് അറ്റാക്കിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു മാച്ചിലേക്ക് എത്തിയപ്പോൾ, ബാഴ്സലോണയ്ക്ക് ഇതെല്ലാം മാച്ച് എത്തിയപ്പോൾ തന്ത്രപൂർവ്വം ഇൻസാഗി ടാർഗറ്റ് ചെയ്തത് റൈറ്റ് സൈഡാണ്, അതായത് ബാഴ്സലോണയുടെ ലെഫ്റ്റ് സൈഡ്. കാരണം അവിടെ ജെറാഡ് മാർട്ടിനാണ്. പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ സെൻട്രൽ മിഡ്ഫീൽഡർ ഇല്ല, 2 ഡബിൾ പിവോട്ടാണ്, അതായത് ഡിയോങ്ങും അതുപോലെ തന്നെ പെഡ്രിയുമാണ്. ഇവർ രണ്ടുപേരും നല്ല പ്ലേയേഴ്സാണ്, ടെക്നിക്കലി സൗണ്ടഡ് ആണ്, നല്ല വിഷനുള്ള പ്ലേയേഴ്സാണ്. പക്ഷേ ഡിഫൻസീവലി ഒരു രണ്ടുപേരും അത്ര മികച്ച പ്ലേയേഴ്സ് അല്ല. ഇവർ രണ്ടുപേരും മരിച്ച് പണിയെടുക്കും. പക്ഷേ അവരുടെ പണി അതല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഡിഫൻസീവിൽ അവർ അത്ര സൗണ്ടഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അല്ല. അപ്പോൾ ആ ഒരു സൈഡാണ് ഇൻസാഗി അറ്റാക്കാൻ അന്ന് ചൂസ് ചെയ്തത്. അപ്പോൾ അത് നല്ല രീതിക്ക് അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. കാരണം ഇന്റർ മിലാനൊക്കെ ബെയർലി അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷേ അറ്റാക്കൊക്കെ ഗോളാക്കാൻ പറ്റി.
കാരണം ആളുകൾ പറയുന്നത് വെച്ചാൽ ബാഴ്സയുടെ ഇഷ്ടംപോലെ ബോൾ കിട്ടിയെന്നല്ലാതെ അത് ബാഴ്സക്ക് 3 തവണ അടിച്ചെന്നുണ്ടെങ്കിൽ ഇന്റർ മിലാൻ 4 തവണ അടിക്കാൻ പറ്റി. കാരണം അവരുടെ അറ്റാക്ക് മെജോറിറ്റി റൈറ്റ് സൈഡിലാണ് വന്നത്. ഇപ്പോൾ ഫൈനലി അവരുടെ ലാസ്റ്റ് ഗോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രട്ടേസ് അടിച്ചിട്ട് ഗോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ റൈറ്റ് സൈഡിലൂടെയാണ് വന്നത്. അപ്പോൾ ആ സൈഡായിരുന്നു അവർ ടാർഗറ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു വിനയാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർക്ക് റൈറ്റ് സൈഡ് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സൈഡിൽ പാരീസ് നോക്കി നമുക്ക് കാണാൻ പറ്റും. ന്യൂനോ മെൻഡസ് ആണ് ഒരു പ്ലെയറായിട്ട് വരുന്നത്. ഓക്കെ, ന്യൂനോ മെൻഡസ് ആണ്. അതുപോലെ തന്നെ പാച്ചോയും പിന്നെ ഫാബിയൻ റൂയിസും ക്വാറസ്കേലിയും. പക്ഷേ എനിക്ക് തോന്നുന്നു ഫാബിയൻ റൂയിസും ജാവോ നെവസും പൊസിഷൻ സ്വിച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മോസ്റ്റ്ലി നെവസ് അപ്പുറത്തോട്ടും ഫാബിയൻ റൂയിസ് ഈ സൈഡിലേക്കാണ് കളിക്കാറുള്ളത്. ഹക്കീമിൻ്റെ സൈഡിലാണ് കളിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ആ സൈഡ് ഓൾമോസ്റ്റ് ലോക്കാണ്. ഇന്റർ മിലാൻ ആ സൈഡിലൂടെ അറ്റാക്ക് നടത്താനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ ഒരു പ്ലേയേഴ്സ് ഇപ്പോൾ ന്യൂനോ മെൻഡസ് ആണെങ്കിലും പാച്ചോ ആണെങ്കിലും നെവസ് ആണെങ്കിലും ഡിഫെൻസീവ്ലി വളരെ സോളിഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. കാരണം ഡംഫ്രീസ് അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കാൻ കാരണം ബാഴ്സലോണയുടെ സൈഡ് അത്രയും മോശമായിട്ടാണ്. അല്ലാതെ ഡംഫ്രീസ് അത്രയും കിടിലൻ പ്ലെയർ ആയിട്ടല്ല. ഡംഫ്രീസിൻ്റെ ആ ഫിസിക്കാലിറ്റിയും അഗ്രഷനും കാഴ്ചവെച്ചു. ബാഴ്സയുടെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓൾറെഡി കോൺഫിഡൻസ് ഇല്ലാത്ത ജെറാൻ മാർട്ടിനെ പോലത്തെ പ്ലേയേഴ്സ് അവിടെ ഡൗൺ ആയി. അപ്പോൾ ആ ഒരു സാധനം ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ മെൻഡസും പാച്ചോയും അതുപോലെ തന്നെ നെവസുമാണ് അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ നെവസ് മൂന്നും നല്ല രീതിക്കുള്ള ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന പ്ലേയേഴ്സ്. നെവസൊക്കെ എനിക്ക് മരിച്ച് പണിയെടുക്കും. പിന്നെ ന്യൂനോ മെൻഡസ് നമുക്ക് അറിയാലോ, സല ലിവർപൂളിനായിട്ടുള്ള മാച്ചിലൊക്കെ സല മാച്ചിലുണ്ടോ എന്ന് പോലും തോന്നിപ്പോയി. അങ്ങനത്തെ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പാച്ചോ ആണെങ്കിൽ PSG ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയറും അല്ലെങ്കിൽ ബെസ്റ്റ് ഡിഫൻഡറുമാണ് പാച്ചോ. അപ്പോൾ ആ സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ അവർക്ക് ഇന്റർ മിലാൻ എനിക്ക് തോന്നുന്നു കൗണ്ടറൊക്കെ ലെഫ്റ്റ് സൈഡിലൂടെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം അവർ ഡിമാർക്കോയും അതുപോലെ തന്നെ നമ്മുടെ ഡംഫ്രീസും ഒരേപോലെ ത്രെട്ട് പൊസസ് ചെയ്യുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫൈനലിലേക്ക് എത്തുമ്പോൾ അവർ ഈ ഒരു ലെഫ്റ്റ് സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു സൈഡ്, അതായത് എന്താ വെച്ചാൽ അവരെ ഹക്കീമിയാണ് പിന്നെ മാർക്കിനിയോസും ഉള്ളത്. ഈ ഹക്കീമി കിടിലൻ പ്ലെയറാണ്, പക്ഷേ ഡിഫൻസീവ്ലി വളരെ മോശമാണ്. കാരണം ഫൈനലാണ്, അപ്പോൾ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹക്കീം എന്താ വെച്ചാൽ അറ്റാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രാക്ക് ബാക്ക് ചെയ്ത് വരാൻ ഒരുപാട് സമയമെടുക്കും. പേസി ആയിട്ടുള്ള പ്ലെയർ ആണെങ്കിൽ കൂടി അപ്പോഴേക്കും ഇവർ അറ്റാക്ക് ചെയ്ത് പോകും. അപ്പോൾ അവിടെ ഒരു സ്പേസ് കിട്ടും. പിന്നെ അവിടെ അത് കവറപ്പ് ചെയ്യാനുള്ള പ്ലെയർ പറയുന്നത് മാർക്കിന്യോസ് ആണ്. ഈ മാർക്കിന്യോസ് ഒരു നല്ല പ്ലെയർ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പേഴ്സണലി. കാരണം പുള്ളിയുടെ നല്ല പെർഫോമൻസ്, ഒരു ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടില്ല. എല്ലാ മാച്ചിലും ഇങ്ങനെ 2 പാസ് ഇടുന്നു, 2 ഹെഡ് ചെയ്യുന്നു അല്ലാതെ എക്സ്ട്രാ ആയിട്ട് ഒരു ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ഒരു മെയിൻ മാൻ ആയിട്ട് പേഴ്സണലി തോന്നിക്കാത്തൊരു പ്ലെയറാണ് മാർക്കിന്യോസ്. ഞാൻ ബ്രസീൽ ഫാനാണ്, ബ്രസീലിൻ്റെ പ്ലെയറാണ്. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത പ്ലെയറാണ്. ചോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഫൈനലിലൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു സൈഡ് ഇവർക്ക് നല്ല രീതിക്ക് ഒരു ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന സൈഡാണ് ഇന്റർ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ലെഫ്റ്റ് സൈഡിലൂടെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് കൂടുതലുള്ളത്. കാരണം ഇത് മാത്രമല്ല, ഇന്റർ മിലാൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 മിഡ്ഫീൽഡേഴ്സ് മിക്കിജാറിൻ, ചാലനോഗ്ലു, ബറേല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ 3 പേരും മരിച്ചു പണിയിരിക്കുന്ന തരത്തിലുള്ള ഡിഫെൻസീവിലും ഒഫൻസീവിലും സൗണ്ടഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് ആണ്. പക്ഷേ അവർക്കൊരു നെഗറ്റീവ് ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ഡ്രിബിൾ ചെയ്ത് പോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമ്മൾ പെഡ്രി അതുപോലെ തന്നെ ബെല്ലിംഗാം ഒക്കെ പോണ പോലെ സോളോ റൺ എടുത്ത് ഗോൾ അടിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. പക്ഷേ ഇവർക്ക് ഔട്ട്സൈഡ് ദ ബോക്സ് ബോൾ കിട്ടിയാൽ അത് ബ്ലാസ്റ്റ് ചെയ്ത് കയറ്റാൻ കേപ്പബിലിറ്റി ഇവർക്കുണ്ട്. അപ്പോൾ ഇവർ ഈ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ അറ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ സെക്കൻഡ് ബോൾ വിൻ ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് നമുക്കൊക്കെ തള്ളി കളയാൻ പറ്റില്ല. പക്ഷേ ഓപ്പോസിറ്റ് പോസ്റ്റിൽ ഡോണറൂമയാണ്, സ്വാഭാവികമായിട്ടും നല്ല ചലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ ഇന്റർ മിലാൻ്റെ അറ്റാക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. യൂഷ്വൽ കൗണ്ടർ അറ്റാക്ക് തന്നെ ആയിരിക്കും. പക്ഷേ റൈറ്റ് സൈഡ് ഒഴിവാക്കിയിട്ട് ലെഫ്റ്റ് സൈഡ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ബാഴ്സലോണ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി തലവേദനയാണ് പാരീസ്. കാരണം പാരീസിൻ്റെ വിങ്ങേഴ്സ് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതായത് ബാഴ്സലോണയുടെ പ്ലേയേഴ്സും ട്രാക്ക് ബാക്ക് ചെയ്യും, വിങ്ങേഴ്സും യമാൻ ആണെങ്കിലും റഫീനി ആണെങ്കിലും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ പാരീസിൻ്റെ പ്ലേയേഴ്സ് അതിൻ്റെ 10 ഇരട്ടി ട്രാക്ക് ബാക്ക് ചെയ്യും. കാരണം നമ്മൾ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ ലിവർപൂളിനെതിരെയൊക്കെ കണ്ടാണത്. അപ്പോൾ അവർ മാത്രമല്ല, അവർ സൂപ്പർ സ്റ്റാർസ് ഒന്നുമല്ല, നല്ല പ്ലേയേഴ്സ് ആണെങ്കിൽ. അപ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല, അവർ നല്ല രീതിക്ക് ട്രാക്ക് ബാക്ക് ചെയ്യും. അപ്പോൾ അത് അവർക്ക് വിനയാണ്. കാരണം ഇന്റർ മിലാൻ്റെ പ്ലേയേഴ്സ് എന്താ വെച്ചാൽ കുറച്ച് ഓൾഡർ ആയിട്ടുള്ള പ്ലേയേഴ്സാണ്, പേസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ ട്രാക്ക് ബാക്ക് ചെയ്ത് വരുമ്പോൾ പെട്ടെന്നൊരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പെട്ടെന്നൊരു സിക്സാക്ട് പാസ് കളിച്ചിട്ട് ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ ആസ്റ്റൺ വില്ലയ്ക്കെതിരേക്ക് അങ്ങനെ പെട്ടെന്ന് കൗണ്ടറിൽ ഗോൾ അടിച്ച സൈഡാണ് നമ്മുടെ പാരീസ്. കാരണം ആസ്റ്റൺ വില്ല ഞാൻ പറയാൻ കാരണം അതൊരു പ്രീമിയർ ലീഗ് സൈഡാണ്, ഫാസ്റ്റ് ഫുട്ബോളിന് വളരെ എന്താ പറയുക പരിചയമായിട്ടുള്ള സ്ക്വാഡാണ്. പക്ഷേ ആ സ്ക്വാഡിനെതിരെ അവരങ്ങനെ കൗണ്ടർ അറ്റാക്ക് ഗോൾ അടിക്കുക എന്ന് പറയുമ്പോൾ അത് ഇന്റർ മിലാൻ കുറച്ച് പ്രശ്നമാണത്. ഓക്കെ, പിന്നെ അവർ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡാണ്, ക്വാറസ്കേലിയയുടെ സൈഡാണ്. കാരണം അവിടെ ജാവോ നെവസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും.
പിന്നെ ക്വററ്റ്സ്കേലിയ ഉണ്ടാവും. പിന്നെ മാത്രമല്ല അവിടെ കളിക്കുന്ന റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത് പവാഡാണ്. സോ പവാഡ് കമ്പാരിറ്റീവ്ലി ഇന്ററിലെ ബെസ്റ്റ് ഡിഫൻഡർ ആണെങ്കിൽ കൂടിയും അത്ര മികച്ച പ്ലെയർ അല്ല. കാരണം ഇപ്പോഴത്തെ നിൽക്കുന്ന അച്ചർബി ആണെങ്കിലും പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന ബസ്റ്റോണി ആണെങ്കിലും അവരുടെ അത്ര സ്ട്രോങ് അല്ല പവാഡ്. പക്ഷെ പവാഡിനൊരു മെൻറ്റാലിറ്റി ഉണ്ട്, ഓൾറെഡി വിന്നർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അപ്പോൾ എങ്കിലും ആ സൈഡാണ് കുറച്ചുകൂടി അവർക്ക് വൾണറബിൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ചുകൂടി വീക്ക് ആ സൈഡാണ്. അവർ കുറച്ചുകൂടി ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ PSG കുറച്ചുകൂടി ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആ ഒരു സൈഡാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പാരീസിൻ്റെ അറ്റാക്കുകളൊക്കെ ആ ഒരു വിങ്ങിലൂടെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പാരീസിന് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമ്പലയെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഡെമ്പലിനെ മാർക്ക് ചെയ്യാൻ എന്തായാലും ആളുണ്ടാവും. കാരണം ഇവർ 5 മിഡ്ഫീൽഡാണ് ഇവരുടെ വരുന്നത്. അപ്പോൾ എന്തായാലും ചാലനോഗുൾ എപ്പോഴും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അച്ചർബിയുടെ ഒരു പ്രശ്നം ഉണ്ടാവും, കാരണം ഇവർ രണ്ടുപേരും ഫിസിക്കൽ പ്ലെയേഴ്സാണ്. ഡെമ്പലെ അത്ര ഫിസിക്കലല്ല. ഡെമ്പലയ്ക്ക് നല്ല കഴിവുണ്ടെങ്കിൽ കൂടി, പക്ഷേ ഈ ഒരു ഫൈനലൊക്കെ ആകുമ്പോൾ ക്രോസുകളൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പാരീസ് നോർമലി അറ്റാക്ക് ചെയ്തിട്ട് ഈ വിങ്ങേഴ്സ് തന്നെ ഗോൾ സ്കോർ ചെയ്യുന്ന ടെക്നോളജിയാണ്. അപ്പോൾ ഈ ഒരു ഫൈനലൊക്കെ ആകുമ്പോൾ മേ ബി അത് വർക്കൗട്ട് ആകാൻ ചാൻസ് ഇല്ല. കാരണം ഒരു നല്ല മിഡ് ബ്ലോക്കിലേക്ക് ഇരിക്കുകയാണെങ്കിലും പിന്നെ കീപ്പറായിട്ടുള്ളത് ആരാ നമുക്കറിയില്ല, യാൻ സോമറാണ്. അത്ര എളുപ്പമാവില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ക്രോസുകളും റിലേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫൈനലിൽ. പക്ഷേ ക്രോസ് ഇടുമ്പോൾ ഹെഡ് ചെയ്യാൻ ഒരു പ്ലെയർ ഇല്ല എന്നുള്ളത് ഒരു തിരിച്ചടിയാണ്. ഗോൺസല റാമോസ് ഉണ്ടെങ്കിൽ കൂടിയും 70 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി ഇറക്കുള്ളൂ. അപ്പോഴേക്കും കളി ഓൾമോസ്റ്റ് പോവാന്നുണ്ടെ പിന്നെ അതൊരു ഇതില്ല, മീൻസ് ചാൻസ് കുറവാണ്. പിന്നെ ഉള്ളത് പറയാന്നുണ്ടെങ്കിൽ ഇവരുടെ കോച്ചുമാരുടെ കാര്യം, അതായത് ലൂയിസ് എൻറൈക്കയും അതുപോലെ തന്നെ സിമോണെ ഇൻസാഗി. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ റീസെൻറ്റ് പെർഫോമൻസും അവർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ രണ്ട് കോച്ചുമാരും വളരെ ടെക്നിക്കലി മീൻസ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കോച്ചുകളാണ്. ഇപ്പോൾ ഈ ഇൻസാഗി എന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മാനേജർ, സീരിയയിൽ കോച്ച് ആയതുകൊണ്ട് മാത്രം അറിയപ്പെടാത്തൊരു കോച്ചാണ് ഇൻസാഗി. കാരണം പുള്ളി വേറെ വല്ല ലീഗിലാണെങ്കിൽ എപ്പോഴോ അത്രയും ആളുകൾ സംസാരിച്ചു തുടങ്ങിയേനെ. കാരണം ഈ ഒരു സ്ക്വാഡ് നിങ്ങൾ നോക്കുക, ആ സ്ക്വാഡ് വെച്ചിട്ട് പുള്ളി കണ്ടിന്യൂസ്ലി പെർഫോം ചെയ്യുന്നുണ്ട്, ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അവർ ലീഗ് ടൈറ്റിൽ അടിച്ചു. അവർ റൗണ്ട് ഓഫ് 16 അത്ലറ്റിക്കിനോട് പെനാൽറ്റിയിൽ പൊട്ടിയിട്ട് പോയി. അതിന് മുമ്പത്തെ സീസണിൽ അവർ ഫൈനലിലേക്ക് എത്തി. കാരണം അവർക്ക് ഫൈനലിലേക്ക് പാത്ത് ഈസി ആയിരുന്നു ആ വർഷം. പക്ഷേ ഫൈനലിൽ സിറ്റിയായിട്ട് കളിച്ചപ്പോൾ ഒരു 90% ആളുകൾ സിറ്റി ജയിക്കുന്ന പറഞ്ഞാണ്. സിറ്റി അത്രയും ഫോമിലാണ് വന്നത്. പക്ഷേ ആ ഫൈനലിൽ സിറ്റി കപ്പ് അടിച്ചത് ശരിയാണെങ്കിലും കിടിലൻ പെർഫോമൻസ് ഒരു ഇൻ്റർവ്യൂവിൽ, കാരണം ബെസ്റ്റ് ടീം ആ ഒരു ഫൈനലിൽ ഇൻ്റർവ്യൂവിലായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒക്കെ ഇൻസാഗി ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് ഇൻ്റർവ്യൂവിൽ. ആ ഒരു കാരണം പുള്ളിക്ക് സ്പെൻഡ് ചെയ്യാൻ പരേക്ക് പൈസയും കൂടി കിട്ടിയിട്ടില്ല. ഒക്കെ മെജോറിറ്റി ഇപ്പോൾ അച്ചർബി ആണെങ്കിലും മിക്കതാറിയനാണ്, അങ്ങനത്തെ ഒരുപാട് ഓൾഡർ പ്ലേയേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. ബസ്തോണി, ബറേല, ഡിമാർക്കൊക്കെ അവിടെ തന്നെ ഉയർന്ന് വന്ന പ്ലേയേഴ്സാണ്. അതായത് പുള്ളി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്, ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലെയർ ഒന്നും അവർ സൈൻ ചെയ്തിട്ടില്ല. അവരിപ്പോൾ ലാസ്റ്റ് സൈൻ ചെയ്ത പ്ലെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു സീസണിൽ ടെറേമിയൊക്കെയാണ്. പക്ഷേ ടെറേമിന്ന് അത്ര മീൻസ് ഡെലിവർ ചെയ്യാം, പക്ഷേ അത്രയും പ്രൂവൺ ആയിട്ടുള്ള പ്ലെയർ ഒന്നുമല്ല. അപ്പോൾ അവർക്ക് ബഡ്ജറ്റൊക്കെ കുറവാണ്. അപ്പോൾ ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് അത്രയും ഇയാൾ അച്ചീവ് ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത് പുള്ളി ഒരു ചാമ്പ്യൻസ് ലീഗ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് ഇപ്രാവശ്യം തന്നെ ആവട്ടെ എന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്റർ മിലാൻ്റെ ഈ ഒരു സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ കോപ്പൻ്റെ ഫൈനലിൽ അവർ 2 ഗോൾ ലീഡ് എടുത്തു. സെക്കൻഡ് ഹാഫിൽ 3 കൺസീഡ് ചെയ്ത് മിലാനോട് പൊട്ടി. കോപ്പ ഇറ്റാലിയയുടെ സെമി മിലാനോട് 3 പൊട്ടി. ലീഗ് ടൈറ്റിൽ അവർക്ക് 1 പോയിന്റ് നഷ്ടപ്പെട്ടു. ഈ ചാമ്പ്യൻസ് ലീഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്കിലും അടിക്കാന്നുണ്ടെങ്കിൽ അവർക്കത് നല്ല സീസണാക്കി മാറ്റാം. ആ 2019 ബെസ്റ്റ് സീസണാക്കിയിട്ട് മാറ്റാം. അതല്ല ഇത് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ റീസെൻറ്റ് ഹിസ്റ്ററിയിലെ ഒരു വേഴ്സ് സീസൺ ആവും. കാരണം അവർ റീസെൻ്റ്ലി ഇപ്പോൾ അവർ ഏതെങ്കിലും ഒരു കപ്പൊക്കെ അടിക്കുന്ന സീസൺസാണ് ഏകദേശം 5-6 സീസൺസൊക്കെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു കപ്പില്ലാത്തപ്പോൾ പെർഫോം ചെയ്തൊന്നും നോക്കൂല ആരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു മോശം സീസണായിട്ട് മാറും. അപ്പോൾ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ പാരീസിൻ്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ കപ്പുകളില്ലാത്ത പ്രശ്നമൊന്നുമില്ല, ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുമെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും. കാരണം ഓൾറെഡി അവർ ഫ്രഞ്ച് സൂപ്പർ കപ്പ് അടിച്ചിട്ടുണ്ട്, അതുപോലെ ഫ്രഞ്ച് കപ്പ് അടിച്ചു, അതുപോലെ തന്നെ ലീഗ് 1 അടിച്ചു. അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് അടിക്കണമെങ്കിൽ ക്വാർട്ടർപ്പിളാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കാം. പിന്നെ ലൂയിസ് എൻറിക്കയ്ക്ക് നല്ലൊരു ചാൻസ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു പെപ് ഗോർഡിയോള ട്രബിൾ അടിച്ചിട്ടുള്ള മാനേജറാണ് ബാഴ്സൻ്റെ ഒപ്പം, അതുപോലെ തന്നെ സിറ്റിയുടെ ഒപ്പം ട്രബിൾ അടിച്ചു. ലൂയിസ് എൻറിക്ക് ബാഴ്സൻ്റെ ഒപ്പം അടിച്ചു. അപ്പോൾ പാരീസിൻ്റെ ഇപ്പോൾ ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിക്കൊരു ഹിസ്റ്ററി മേക്കർ ആകാൻ പറ്റും. പക്ഷെ നമുക്ക് കണ്ടറിയണം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്ന ഈ 2 മാനേജേഴ്സ് അത്രയും ക്വാളിറ്റിയുള്ള മാനേജേഴ്സാണ്. അതായത് ഇതുവരെ കളിച്ച കളി മാറ്റി കളിച്ചാലും റിസൾട്ട്സ് കൊണ്ടുവരാൻ പറ്റുന്ന മാനേജേഴ്സാണ്. അപ്പോൾ അവർ ടാക്ടിക്സ് മാറ്റിയാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. പാരീസ് സാധാ പോലെ തന്നെ കളിക്കും. മേജർ അറ്റാക്സ് എല്ലാം ലെഫ്റ്റ് സൈഡിലൂടെ വരും. പിന്നെ ഇന്റർ മിലാനാണെങ്കിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആ ഒരു ഡിമാർക്കോ സൈഡാണ്. നമുക്ക് നോക്കാം. കാരണം ഞാൻ പറയാം, ഒരു ഗോളം ഇന്റർ മിലാൻ അടിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവർ ഡിഫൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. കാരണം ബാഴ്സലോണ ഗോൾ അടിക്കുന്ന പോലെ അല്ല PSG കേസ്. കാരണം PSG കുറച്ചുകൂടി ഡിഫെൻഡബിൾ ആയിട്ടുള്ള വിങ്ങേഴ്സാണ്. നല്ല പ്ലേയേഴ്സ് ആണെങ്കിൽ കൂടിയും അവർ ഡിഫെൻഡബിൾ ആണ്. പക്ഷേ ബാഴ്സയിൽ ആ ഒരു യമാൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് സത്യം പറയുകയാണെങ്കിൽ അവർ അത്രയും
ഗോൾ അടിച്ച്, അല്ലെങ്കിൽ ഒരു ചാൻസ് അവർക്കില്ല. നമുക്ക് എന്തായാലും നോക്കാം. ലെറ്റ്സ് സി. ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഇന്റർ മിലാൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പാരീസ് ജയിക്കാൻ അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം രണ്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ടീംസാണ്. പിന്നെ ഇന്റർ മിലാനെ അടിക്കാന്നുണ്ടെങ്കിൽ അത് ഒരു ക്രൈസി സ്റ്റോറി ആവും, കാരണം അവർ കുറേ ആയിട്ട് കപ്പ് അടിച്ചിട്ടില്ല, പിന്നെ ഫേവറേറ്റ്സ് അല്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രസമുള്ള സ്റ്റോറിയാണ്. പിന്നെ ഇറ്റലിയിൽ നിന്ന് ഒരു ടീം കപ്പ് അടിച്ചിട്ട് കുറേ കാലമായി, പക്ഷേ ഫ്രാൻസിൽ നിന്ന് ആരും അടിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ആകെ ഒരു മായ്സെ 93 91 എന്തോ അടിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. കാരണം ഞാനത് ഇന്റർവിനെ ബാക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫേവറേറ്റ്സ് അല്ലാത്ത ടീം കപ്പടിക്കുമ്പോഴാണ് അതിലൊരു ഒരു ഫീലുള്ള. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. പാരീസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടീമാണ്. കാരണം അവർ അത്രയും ബെറ്റർ ഫുട്ബോൾ, കാരണം വളരെ ഷോക്കായിട്ട് സീസൺ തുടങ്ങിയവർ ചാമ്പ്യൻസ് ലീഗിൽ. പക്ഷെ അവർ അടിപൊളിയായിട്ട് കളിച്ച് തിരിച്ചു വന്നു. അവർ സിറ്റിനെ തോൽപ്പിച്ചു, എല്ലാ ടീമിനെയും തോൽപ്പിച്ചു. പ്രീമിയർ ലീഗിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗത്തെ എല്ലാ ടീമിനെയും തോൽപ്പിച്ചു. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് ആയിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. ഇതിൽ പേഴ്സണലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കോർണർ ഗോൾ വന്നിട്ട് ഇന്റർ ഗോൾ അടിച്ച് ജയിക്കും എന്നുള്ളതൊക്കെയാണ്. അതൊരു പ്രഡിക്ഷൻ മാത്രമാണ്. നമുക്ക് എന്തായാലും നോക്കാം. സോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.